ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഛത്തീസ്ഗഡിലെ കാങ്കർ, നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർകാശിയെ പരാജയപ്പെടുത്തി. IPLൽ ചെന്നൈക്കെതിരെ മുംബൈയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ മറ്റന്നാൾ. സംസ്ഥാനത്ത് വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പുള്ളുരുത്തി. സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൗണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗർഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌണ്ടിംഗ് നിരീക്ഷകരെയും പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചു. കൌണ്ടിംഗ് നിരീക്ഷകരെ സഹായിക്കുന്നതിനായി 165 അധിക കൌണ്ടിംഗ് നിരീക്ഷകരെയും നിയോഗിച്ചിട്ടുണ്ട്. കൌണ്ടിംഗ് കേന്ദ്രങ്ങളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ക്രമസമാധാന ക്രമീകരണങ്ങൾ നിരീക്ഷിക്കുന്നതിനുമായി 77 പോലീസ് നിരീക്ഷകരെയും വിന്യസിച്ചു. വോട്ടെണ്ണൽ പ്രക്രിയ സുരക്ഷിതവും സമാധാനപരവും സുതാര്യവുമായ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നതെന്ന് കമ്മീഷൻ പറഞ്ഞു. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ കാങ്കർ, നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRGയുടെ നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം വാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കുമ്ര, സഞ്ജയ് ഗർപാലെ, പർമാനന്ദ് കുമ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IEDകൾ കണ്ടെടുക്കുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർല പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് ഏറ്റവും മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32 A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VIP ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശം ഇറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷനിൽ സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOയെ സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖല ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. आपदा को हम अवसर में बदले, इसको हम अपॉर्चुनिटी के रूप में हमको देखने की जरूरत है और इसलिए हमको अपने आप को आत्मनिर्भर बनाने के लिए और जरूरी है कि हम इस रीजनल कॉन्फ्रेंसेस के माध्यम से ज्यादा अपने मैन्युफैक्चरिंग प्रोसेस को, एरिया को हम तवज्जो दें और साथ में हम सेल्फ रिलायंस की ओर जाएं. इस पर हमको ध्यान देने की जरूरत है. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. കൃത്യമായ തയ്യാറെടുപ്പിലൂടെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെയും സ്ഥിതിഗതികൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2-ന് ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5-ന് അവസാനിക്കും. ആഗോള അസംസ്കൃത എണ്ണവിലയിൽ ഇന്നലെ കുറവ് രേഖപ്പെടുത്തി. സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇറാൻ അമേരിക്കയ്ക്ക് പുതിയ നിർദ്ദേശം അയച്ചതിനെ തുടർന്നാണ് എണ്ണവിലയിൽ കുറവുണ്ടായത്. എന്നാൽ ഈ നിർദ്ദേശത്തിൽ താൻ തൃപ്തനല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളെ അറിയിച്ചു. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FCയെ നേരിടുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളുകളൊന്നും നേടിയിട്ടില്ല. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മുംബൈ 13 ഓവറിൽ 4 വിക്കറ്റിന് 110 റൺസ് എന്ന നിലയിലാണ്. ജർമ്മനിയിലുള്ള അമേരിക്കൻ സൈനികരെ കുറയ്ക്കുന്നത് യൂറോപ്പിനെ സ്വന്തം പ്രതിരോധം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിക്കുമെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് പറഞ്ഞു. ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കുമെന്ന് ഇന്നലെ പെന്റഗൺ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് പിസ്റ്റോറിയസിന്റെ പ്രതികരണം. ജർമ്മനി തങ്ങളുടെ സൈനിക അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോട്ടയം ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. ഛത്തീസ്ഗഡിലെ കാങ്കർ, നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ISLൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. IPLൽ ചെന്നൈയ്ക്കെതിരെ മുംബൈയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.